ഇന്ന് രാവിലെ ലുലുവിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ. ഗംഭീരമാക്കിയിട്ടുണ്ട്. ഫ്രൂട്ട്സ്, ജാം, വെജിറ്റബിൾസ്, എന്തിലേറെ ഇറച്ചിയിൽ വരെ ഇന്ത്യൻ ഫ്ലാഗ്. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ. ഫ്ലാഗ് എല്ലാം ഉയർത്തി മധുരമെല്ലാം കഴിച്ച് പിരിയുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും ഓർക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ ജീവനും രക്തവും ജീവിതവും ഒക്കെ നഷ്ടപ്പെടുത്തി നമുക്ക് നേടിത്തന്നതാണ് എന്താണ് ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഈ കാണുന്ന ശിലയിൽ കൊത്തിവെച്ചിരിക്കുന്നത് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള വാഗൻ ട്രാജഡി എന്ന് പറയുന്ന തീവണ്ടിക്കുള്ളിൽ കുത്തി നിറച്ച് ബ്രിട്ടീഷുകാർ കൊന്നു തള്ളിയ 47 ആൾക്കാരുടെ പേരുകളാണ്. അങ്ങനെ കണ്ണീരണിയിക്കുന്ന വേദനിക്കുന്ന ഒരുപാട് ചരിത്രങ്ങളുടെ കഥ പറയാനുണ്ട് എന്താണ് നമ്മുടെ ഇന്നത്തെ ഈ ഇൻഡിപെൻഡൻസ് ഡേ. ഞാൻ എന്റെ ചെറുപ്പത്തിൽ വായിച്ചൊരു സ്റ്റോറിയുണ്ട്. ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ പോരാടിയതിന്റെ പേരിൽ നാട് കടത്താനായി വിധിക്കപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് പട്ടാളം അദ്ദേഹത്തിന് ഒരു ഓഫർ കൊടുത്തു. നിന്റെ വീട്ടിലുള്ള ഒരാളെ കൂടെ നിനക്ക് കൂട്ടാം. അന്ന് അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, കൈക്കുഞ്ഞായിരിക്കുന്ന ഒരു മകളുണ്ട്, വൃദ്ധയായിട്ടുള്ള മാതാപിതാക്കളുണ്ട്. ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ കൂടെ പോകാൻ അദ്ദേഹത്തിന്റെ ഭാര്യ തയ്യാറായി. അന്നേരത്തെ ഒരു സിറ്റുവേഷൻ ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം ഭീകരവും എത്രത്തോളം ദയനീയമാണ് അവസ്ഥ എന്നുള്ളത്. മകളെ കൊഞ്ചിച്ച് കൊതി തീർന്നിട്ടില്ല. ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ മകളെ കാണാൻ പറ്റുമെന്ന് അറിയില്ല, എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. അങ്ങനെ അലമുറയിട്ട് കരഞ്ഞു നിൽക്കുന്ന അവരെ വലിച്ചഴച്ച് എന്താണ് അവിടുന്ന് കൊണ്ടുപോവുകയാണ്. എങ്ങോട്ടേക്കാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക്. 4 സൈഡും വെള്ളത്താൽ കടലാൽ ചുറ്റപ്പെട്ട എന്താണ് ട്രൈബ്സ് മാത്രം താമസിക്കുന്ന, നരഭോജികളായിട്ടുള്ള മനുഷ്യർ മാത്രം താമസിക്കുന്ന ഒരു ദ്വീപിലേക്ക്. അങ്ങനെ അവർ ആൻഡമാൻ ദ്വീപിലെത്തി. പട്ടാളം കൽപ്പിച്ച ജോലികളൊക്കെയും ചെയ്തു. ഇവര് മാത്രമല്ല, ഇവരെ പോലെ ആയിരക്കണക്കിന് ആൾക്കാർ വേറെയും. കുറെ നാളിന് ശേഷം ഭാര്യ പിന്നെയും ഗർഭിണിയായി. അദ്ദേഹത്തിന് വളരെ സന്തോഷവും ഭയങ്കരമായിട്ടുള്ള പേടിയും ഉണ്ടായി. കൂടെയുള്ളവരൊക്കെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം പട്ടാളത്തിനെ നേരിട്ട് ചെന്ന് കണ്ട് സംസാരിച്ചു. എന്റെ ഭാര്യ ഗർഭിണിയാണ്, അവൾക്ക് വിശ്രമം ആവശ്യമാണ്. പട്ടാളം എന്താണ് വിശ്രമം അനുവദിച്ചു. പകരം അവളുടെ ജോലി കൂടി നീ ചെയ്യേണ്ടി വരും. അദ്ദേഹം അത് വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. കൂടെയുള്ളവരൊക്കെ ജോലി ചെയ്ത് പോയതിനു ശേഷവും പിന്നെയും അദ്ദേഹം മണിക്കൂറുകളോളം ജോലി ചെയ്തു. മാസം തികഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യ നല്ലൊരു ആൺകുട്ടിക്ക് ജന്മം നൽകി. കാലചക്രം പിന്നെയും ഒരുപാട് കറങ്ങി. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ നിമിഷം. അതിന് മുന്നേ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇതിനകത്ത് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നാട് വിട്ടു വന്ന് പിന്നെ മരിക്കുന്നത് വരെ ഈ മാതാപിതാക്കൾക്ക് ഈ മകളെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. 47 ശേഷം മാതാപിതാക്കൾ പറഞ്ഞതനുസരിച്ച് മകൻ നാട്ടിൽ ചെന്ന് അന്വേഷിച്ചുവെങ്കിലും ഈ സഹോദരിയെ കണ്ടെത്താൻ സാധിച്ചില്ല. നാട്ടുകാരോടൊക്കെ അന്വേഷിച്ചു. അപ്പോൾ ഇങ്ങനൊരു കുടുംബം ഇവിടെ താമസിച്ചിരുന്നതായിട്ട് അറിയാം. പക്ഷേ ബ്രിട്ടീഷുകാരുടെ തുടരെയുള്ള യുദ്ധങ്ങൾ കാരണം പലരും പല സ്ഥലങ്ങളിലോട്ടൊക്കെ നാട് വിട്ടുപോയി. എവിടെയാണെന്നുള്ളത് അറിയില്ല. ഇത് ഒരാളുടെ കഥയല്ല, ആ കാലഘട്ടത്തിൽ ജീവിച്ച എല്ലാ മനുഷ്യന്മാരുടെയും കഥയാണ്. അപ്പോ ജീവനും ജീവിതവും രാജ്യത്തിന് വേണ്ടി അർപ്പിച്ച എല്ലാ മനുഷ്യന്മാർക്കും ദൈവം അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ.